ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. സമൂസയാണ് ഉണ്ടാക്കുന്നത്. കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനു മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. സമൂസ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഒരു വലിയ സവോള ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി കുഞ്ഞാക്കി അരിഞ്ഞതും 1 ടീസ്പൂൺ ഇഞ്ചി കുഞ്ഞാക്കി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു 4 പച്ചമുളക് ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സമൂസ ഉണ്ടാക്കുമ്പോൾ മുളക് പൊടി ഇടുന്നതിനേക്കാളും പച്ചമുളക് ഇടുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാകുക. ഇനി ഇതിലേക്ക് കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞതും 8 ബീൻസ് അരിഞ്ഞതും കുറച്ച് ഗ്രീൻ പീസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ പീസാണ് ചേർത്ത് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇത് വേവിച്ച് ചേർക്കേണ്ടതില്ല. ക്യാരറ്റും ബീൻസൊക്കെ വേവുന്നതോടൊപ്പം തന്നെ ഇതും വെന്ത് കിട്ടും. നിങ്ങളിപ്പോൾ ഡ്രൈഡ് ഗ്രീൻ പീസാണ് എടുക്കുന്നതെങ്കിൽ വേവിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷം ഒരു 3-4 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 4 മിനിറ്റ് കഴിയുമ്പോൾ ഇനി മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ ക്യാരറ്റും ബീൻസും ഗ്രീൻ പീസും ഒക്കെ ഒന്ന് വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പെരിഞ്ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് സമൂസയിൽ ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടാനായിട്ട് നല്ലതാണ്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസിലെ ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് ഉപ്പിട്ട് വേവിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉരുളക്കിഴങ്ങ് മസാലയായിട്ടൊന്ന് മിക്സായിട്ട് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഉരുളക്കിഴങ്ങ് ഇതുപോലെ കയ്യിലുകൊണ്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഓൾറെഡി ഉപ്പിട്ട് വേവിച്ച ഉരുളക്കിഴങ്ങാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. അതുകൊണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ വെജിറ്റബിൾ സമൂസയ്ക്കുള്ള ഫില്ലിംഗ് ആണ് റെഡിയാക്കി എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ചിക്കനോ ബീഫോ ആഡ് ചെയ്തിട്ട് ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് സമൂസ ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കാനുള്ള മൈദ മിക്സ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കട്ടിയൊന്നുമില്ലാതെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ലൂസായി പോവാതെ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം റെഡിയാക്കി എടുക്കാൻ. ഇനി നമുക്ക് സമൂസ ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് സമൂസ ഷീറ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ആദ്യം തന്നെ സമൂസ ഷീറ്റിൻ്റെ അറ്റം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മൈദയുടെ പേസ്റ്റ് ഇല്ലേ, അത് 2 സൈഡിലായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുത്താൽ മതി. ഒരുപാട് കൂടി പോകരുത്. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം ഒന്ന് മടക്കി കൊടുക്കാം. ഇനി ഈ ഒരു അറ്റത്തൊക്കെ മൈദ പേസ്റ്റ് ആക്കി കൊടുത്ത ശേഷം വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ബാക്കി വരുന്ന അറ്റഭാഗം ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ എല്ലാവരും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതെല്ലാം ഇപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കേണ്ടതില്ലെങ്കിൽ നിങ്ങൾക്കിത് പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ വെച്ചിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് സമൂസ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ സമൂസ ഓരോന്നും ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട ശേഷം ഓരോന്നും തിരിച്ചു മറിച്ചിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇതേ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വെജിറ്റബിൾ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സമൂസ ഇതുവരെ നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുന്നതോടൊപ്പം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു ടേസ്റ്റ് റെസിപ്പി ആയിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ. താങ്ക്